ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐ ഉഅല്ലിഫു. അള്ളാഹുവിൻ്റെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നവനായി ഞാൻ രചിക്കുന്നു. ഉഅല്ലിഫു, ഞാൻ രചിക്കുന്നു എന്നുള്ള ബിസ്മി ബാഇൻ്റെ മുതഅല്ലിഖിനെ പിന്തിച്ചത് അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് മാത്രം ആണ് ഞാൻ തുടങ്ങുന്നത് എന്ന ഹസർ ലഭിക്കാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ പേരിന് മുൻഗണന നൽകുക, ഇഹ്തിമാം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിസ്മിനെ മുന്തിച്ചത്. ഇവിടെയുള്ള ആമിൽ മുഅല്ലിഫു എന്ന ഫിഇലിനെ കൊണ്ടുവന്നത് കാരണം അമലുകളുടെ കൂട്ടത്തിൽ അസ്ല് അത് ഫിഇലായതുകൊണ്ടാണ്. അതും തന്നെ മുഅല്ലിഫു എന്ന ഫിഇലിനെ മാത്രം ആണ് ഇവിടെ സങ്കല്പിച്ചത്. മുഅല്ലിഫു എന്ന ഫീലിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഓരോ തുടങ്ങുന്നവരുടെയും ദിഹ്നിലുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്നത് ആ പ്രവൃത്തിയായിരിക്കുമല്ലോ. അതുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ കിതാബ് രചന തുടങ്ങുന്നത് കൊണ്ടാണ് മുഅല്ലിഫു എന്നതിനെ കൊണ്ടുവന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുന്തിക്കുന്നതിൽ കസ്ർ ഇഫ്റാദ്, കസ്റുൽ കൽബ്, കസ്റു തഈന് ഇതും നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ പേരിന് കൂടെ മറ്റു ആരാധ്യരുടെ പേരുകൊണ്ടും തുടങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്കൊരു മറുപടിയായി, അത് പറ്റൂല, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ കസ്ർ ഇഫ്റാദാണ്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേര് കൊണ്ടല്ല തുടങ്ങേണ്ടത്, മറ്റു ആരാധ്യരുടെ പേര് കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്നവർക്ക് മറുപടി എന്ന നിലക്കാണ് കസ്റുൽ ഖൽബ്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാണോ അല്ല മറ്റു ആരാധ്യരുടെ പേര് കൊണ്ടാണോ തുടങ്ങേണ്ടത് എന്ന സംശയവും പാടില്ല. അങ്ങനെ സംശയിക്കുന്നവർക്ക് കസ്റു തഈൻ എന്നും മനസ്സിലാക്കാൻ പറ്റും. വൽ ഇസ്മു മുസ്തഖും മിനസ് സുമുവി വഹുവൽ ഉലുവു ലാ മിനൽ വസ്മി വഹുവൽ അലാമത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുപോലത്തുള്ള ഇസ്മ എന്ന വാക്ക്, ആ ഇസ്മ എന്നുള്ള വാക്ക് അത് പിടിച്ചെടുക്കപ്പെട്ടത് സുമുവ് അഥവാ ഉലുവ് എന്ന അർത്ഥത്തിലുള്ള സുമുവ് എന്നതിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ഇത് ബസ്രക്കാരുടെ അഭിപ്രായമാണ്. അല്ലാതെ അടയാളം എന്ന അർത്ഥത്തിലുള്ള വസ്മ് എന്നതിൽ നിന്നല്ല പിടിച്ചെടുക്കപ്പെട്ടത്. അങ്ങനെയാണ് എന്നാണ് കൂഫക്കാരുടെ അഭിപ്രായം. മുസന്നിഫ് ബസ്രക്കാരുടെ അഭിപ്രായത്തെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ അസ്ലുമാണ് ചർച്ച. വല്ലാഹു അലമുൽ ലിദാത്തി അൽ വാജിബിൽ ഉജൂദി. അള്ളാഹു എന്നുള്ള പേര് അലമുൽ ലിദാത്തി, ദാത്തിനിക്കുള്ളൊരു പേരാണ്. എങ്ങനെയുള്ള ദാത്ത്? അൽ വാജിബിൽ ഉജൂദ്. വാജിബ് എന്നുള്ളത് ഇവിടെ മുംകിനിൻ്റെ മുക്കാബിലയിൽ പറയുന്ന വാജിബാണ്. മുംകിന് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളത്. ആ അർത്ഥത്തിലല്ല, അൽ വാജിബ് ഉള്ളവനാവൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരുത്തിൻ്റെ ദാത്തിനിക്കുള്ള പേരാണ് അല്ലാഹ് എന്നുള്ളത്. അസ്ലുഹു, അല്ലാഹു എന്ന പദം അതെവിടെ നിന്നാണ് പിടിച്ചെടുക്കപ്പെട്ടത്? അതിൻ്റെ അസ്ല് ഇലാഹ് എന്നുള്ളതാണ്. വഹുവ, ഈ ഇലാഹ് എന്നുള്ളത് ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും പറയപ്പെടാൻ പറ്റുന്ന ഒരു ഇസ്മു ജിൻസാണ്, ഒരു വർഗത്തിനിക്കുള്ള പേരാണ്. ആരാധിക്കപ്പെടുന്ന എല്ലാം എന്ന വർഗത്തിനിക്കുള്ള പേരാണ്. സുമ്മ പിന്നെ ഉല്ലിഫ, ഈ ഇലാഹ് എന്നതിനെ തരീഫ് ചെയ്യപ്പെട്ടു, ബി അൽ കൊടുത്ത് തരീഫ് ചെയ്യപ്പെട്ടു. അപ്പോൾ അൽ ഇലാഹ് എന്നായി. എന്നിട്ടു വഹുദിഫത്തിൽ ഹംസത്തു, ഇലാഹ് എന്നതിലുള്ള ഹംസയെ കളയപ്പെട്ടു. അപ്പോൾ അല്ലാഹു എന്നായി.
സുമ്മ പിന്നെ ഉസ്തുഅ്മില അല്ലാഹു എന്ന പദത്തെ ഉപയോഗിക്കപ്പെട്ടു ഫിൽ മഅബൂദി ബിഹഖിൻ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ അല്ലാഹു എന്നതിനെ ഉപയോഗിക്കപ്പെട്ടു. അങ്ങനെയാണ് അല്ലാഹ് എന്ന പദത്തിന്റെ ഉത്ഭവം. വഹുവൽ ഇസ്മുൽ അഅ്ളം, അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുൽ അഅ്ളം എന്ന് അല്ലാഹുവിന് പറയപ്പെടുന്ന പേരുണ്ട്. ആ പേര് കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു തആല എന്തായാലും ഉത്തരം നൽകും. അത് ഏതാണ് എന്ന വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും അല്ലാഹു എന്നുള്ള പേരാണ് ഇസ്മുൽ അഅ്ളം എന്ന് ഇന്ദൽ അക്സർ അധികരിച്ച പണ്ഡിതന്മാരും പറയുന്നത്. അല്ലാഹു എന്നുള്ളതാണ് ഇസ്മുൽ അഅ്ളം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.